എണീറ്റപാട് കണ്ണ് തുറന്നും തുറക്കാണ്ടിരിക്കുമ്പോഴും വേഗം സെർച്ച് ചെയ്യുന്നത് മൊബൈലാണ്. ഫ്രം ദാറ്റ് സെക്കൻഡ് ഇറ്റ്സെൽഫ് ടിൽ നമ്മൾ നൈറ്റ് ഉറങ്ങുന്നത് വരെ ഇതില്ലാണ്ട് നമുക്ക് പറ്റാതെ ജീവിക്കാൻ പറ്റൂല എന്ന സ്ഥിതിക്ക് എത്തിയിട്ടുണ്ട്. ശരിയാണ്. എ മൊബൈൽ ഫോൺ could both be positive and also a negative sides. Right. And it's completely depends the way which the users use it in that. മൊബൈൽ വരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ബൈ ഹാർട്ടായിരിക്കും. നമുക്ക് അതെല്ലാം നമ്മളൊരു പിക്ചറൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇപ്പം മൊബൈൽ വന്ന സമയത്ത് നമ്മൾ ഇന്നിപ്പോൾ ഈ വിത്തിൻ സെക്കൻഡിൽ എന്താണോ കാണുന്നത് അത് അടുത്ത സെക്കൻഡിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. മൊബൈൽ ഫോൺ നമ്മുടെ ഇന്ന് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതില്ലാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താവശ്യത്തിനും എന്തെന്ന് പറയാം, നമുക്കൊരു അക്ഷയ സെൻറ്ററിൽ പോയ ഒരു മുനിസിപ്പാലിറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താവശ്യത്തിനും മൊബൈൽ ഫോൺ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ദുരുപയോഗം അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. കാരണം എന്ന് വെച്ചാൽ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കാണുന്നത് ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. കാരണം അത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ ശ്യാം പ്രകാശ്. ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക് കൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നാട്ടിലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു ചർച്ചയിലാണ് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത്. ഹാപ്പി വെൽക്കം ടു ശ്യാമിൻ്റെ യാത്രകൾ. ഈ ഒരു വിഷയത്തിൽ ഹൗസ് വൈഫായിട്ടുള്ള മീനാക്ഷി മല്ലിക മാഡത്തിന് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളത് നോക്കാം. മൊബൈൽ ഫോൺ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഓർഗൻ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. റൈറ്റ്. ഓക്കെ, ലൈക്ക് എ സിക്സ്ത് ഫിംഗർ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ. ബിക്കോസ് നമ്മൾ മോർണിംഗ് ഉറങ്ങി എണീറ്റപാട് ഇപ്പോൾ ആരും എന്താ പറയുക, ഭൂമി മാതാവിനെ തൊട്ട് നെറുകിൽ വെച്ചിട്ടോ അല്ല സൂര്യനെ പ്രാർത്ഥിച്ചിട്ടോ അല്ല എണീച്ചു വരില്ല. എണീറ്റപാട് കണ്ണ് തുറന്നും തുറക്കാണ്ടിരിക്കുമ്പോഴും വേഗം സെർച്ച് ചെയ്യുന്നത് മൊബൈലാണ്. കറക്റ്റാണ് അല്ലേ? അതെ. ഫ്രം ദാറ്റ് സെക്കൻഡ് ഇറ്റ്സെൽഫ് ടിൽ നമ്മൾ നൈറ്റ് ഉറങ്ങുന്നത് വരെ ഇതില്ലാണ്ട് നമുക്ക് പറ്റാതെ ജീവിക്കാൻ പറ്റൂല എന്ന സ്ഥിതിക്ക് എത്തിയിട്ടുണ്ട്. ശരിയാണ്. എ മൊബൈൽ ഫോൺ could both be positive and also a negative sides. Right. And it's completely depends the way which the users use it in that. നമ്മൾ സമാധാനമായിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു ലോകത്ത് നിന്ന് ഇപ്പം നിത്യം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ പണ്ടത്തെ വീടുകളിൽ പണ്ടുള്ള കാലഘട്ടത്തിൽ ജീവിച്ച പോലത്തെ ജീവിത സ്റ്റൈലല്ല ഇപ്പോൾ. എല്ലാവർക്കും അവരായിട്ടുള്ള ബിസി ടൈമിങ്സ് ആണ് ഇപ്പോൾ. ബിക്കോസ് ഓൾ ദി ടൈം അവർ ഇതിലാണ്, ഫോണിലാണ് എൻഗേജ്ഡ്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റയിലും. ആ സമയത്താവുമ്പോൾ ഒരു ഹസ്ബൻഡ് വരുന്ന സമയത്താവുമ്പോൾ ഹസ്ബൻഡ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ വീടുകളിൽ പോയി വെൽക്കം ചെയ്തിട്ട് ഹസ്ബൻഡിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് വരുന്നതും അറിയുന്നില്ല, പോകുന്നതും അറിയുന്നില്ല. ബിക്കോസ് അവർ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഈ മൊബൈൽസിലാണ് മുഴുകി കിടക്കുന്നത്. ഈ ഒരു വിഷയം നമുക്ക് എങ്ങനെ ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും മാഡം? നമ്മൾ ആസ് എ പാരൻസ് നമ്മുടെ മക്കൾക്ക് ഫോൺ വാങ്ങി കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു പരിധി വരെ അവരുടെ കയ്യിൽ ഫോൺ എത്തിക്കാണ്ടെങ്കിലും ഇരിക്കാൻ നോക്കുക. ബിക്കോസ് ഈ ഫോൺ വന്ന ശേഷം ഈ മക്കളൊന്നും പുറത്തേക്ക് മുറ്റത്തിറങ്ങി കളിക്കുന്ന പോലില്ല. ആ സമയത്താവുമ്പോൾ ഈ കൈയും കാലും മക്കൾക്ക് എങ്ങനെയാണ് വികസനമാവുക? അതുകൊണ്ടാണ് പറയുന്നത് കഴിവതും പാരൻസ് തന്നെ മുൻകൈ എടുത്തിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മക്കൾക്ക് കഴിവതും ഫോൺസ് കൊടുക്കാണ്ടിരിക്കാൻ മൈ ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ ദി പാരൻസ്. പിന്നെ അവരുടെ എബിലിറ്റി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സംഗതികൾ നമ്മൾ തന്നെ ചെയ്യണം. ബിക്കോസ് നമ്മളാണ് നമ്മുടെ മക്കളെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ ചീത്തയാവാൻ നമ്മൾ സോഴ്സ് വെച്ച് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. മനോജ് സാറേ, നമ്മുടെ നാട്ടിൽ ഈ കുട്ടികൾ, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് മുതൽ ആ കുട്ടി മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ കാണിക്കാതെ ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് പറഞ്ഞ രീതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് മൊബൈലിൻ്റെ അഡിക്റ്റ്. എന്ത് പറയുന്നു ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ ഞാൻ പറയാന്ന് പറഞ്ഞാൽ, ചെറിയ മക്കൾക്ക് അവരെ ഭക്ഷണം കഴിപ്പിക്കാനും വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്കും അവർ കളിക്കാനിപ്പം ചെറിയ മക്കൾക്ക് പോലും മുലകുടി മാറി ശരിക്കൊരു 6 മാസം കൂടുമ്പോൾ നമ്മൾ കുട്ടിക്ക് അരിഭക്ഷണം കൊടുത്തു തുടങ്ങും. അപ്പോൾ അത് കുട്ടികൾ ശാഠ്യം പിടിക്കുന്ന നേരം ലാളിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ശാഠ്യവന്മാർ. അപ്പം ലാളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ശാഠ്യം വന്നു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഇപ്പോഴത്തെ കാലഘട്ടമാണല്ലോ കൂടുതലും മൊബൈലിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് അത് കാണിച്ചു തുടങ്ങിയാൽ പിന്നെ ഈ കുട്ടികൾ ഇതില്ലാതെ എന്താവും, ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ വിസമ്മതിക്കും.
അപ്പോൾ ഇവരെ കയ്യിലായി ഇവർക്കായി ആ ഫോണ്. പിന്നെ ആ കുട്ടികളാണ് പിന്നെ ഫോണ് കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പോകുന്നത് ഏത് മേഖലയ്ക്കാന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. ഇപ്പം നല്ലതായാലും ചീത്തയായാലും എല്ലാം സംഗതികളും ഇപ്പം സെക്ഷുവലായാലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുള്ള പോലെ തന്നെ ഈ എല്ലാ സംഗതികളും ഇന്ന് ഈ മൊബൈലിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. നമ്മൾ എന്താഗ്രഹിക്കുന്നു അതെല്ലാം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും, അതിനെ പറ്റിയിട്ട് ഉത്തരം. പക്ഷേങ്കിൽ എല്ലാ കുട്ടികളും നല്ല ജനറലായിട്ടുള്ള നോളജിലേക്ക് ഇപ്പോഴത്തെ ഒരു കുട്ടികളും പോകാൻ താല്പര്യപ്പെടുന്നു. മാഡം, മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം നമ്മുടെ ഫാമിലി ലൈഫിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്? നമ്മൾ ഇപ്പം മൊബൈലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മൊബൈൽ വരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ബൈ ഹാർട്ടായിരിക്കും. നമുക്ക് അതെല്ലാം നമ്മളൊരു പിക്ചറൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇപ്പം മൊബൈൽ വന്ന സമയത്ത് നമ്മൾ ഇന്നിപ്പോൾ ഈ വിത്തിൻ സെക്കൻഡിൽ എന്താണോ കാണുന്നത് അത് അടുത്ത സെക്കൻഡിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ മൊബൈൽ എന്ന് പറഞ്ഞാൽ നല്ല കാര്യം, നല്ലതിനും ഉപയോഗിക്കാം, അതേപോലെ അതേ സമയം അറ്റ് ടൈം ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ ആയാലും മുതിർന്നവരെ ആയാലും അതൊരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു യൂസ്ഫുള്ളായി നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് മൊബൈൽ എന്ന് പറയുന്നത്. താങ്ക് യു. വെൽക്കം. പിന്നെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഗെയിം കളിക്കുന്നതൊക്കെ ഓക്കെ, അതിനെ പറ്റി ഒന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളോട് മൊബൈലൊക്കെ വാങ്ങുന്ന സമയത്ത് എനിക്ക് കൊണ്ടൊരു മോനെ വാങ്ങുന്ന സമയത്ത് നമ്മളോട് നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ മൊബൈൽ കിട്ടി നമ്മൾ തിരിച്ച് അവരോട് ചോദിക്കുന്ന സമയത്തേക്ക് അവരൊരു വയലൻസ് മൂഡിൽ അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെയൊക്കെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് നമ്മൾക്കിപ്പം ഈ കാലഘട്ടത്തിൽ നമുക്ക് പുറത്ത് പോകാനോ മക്കളെ അങ്ങനെ കളിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടെ ദോഷവശങ്ങളും നല്ല വശങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ സാധിക്കത്തുള്ളൂ. പിന്നെ ആഫ്റ്റർ മാരേജിൽ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി ഈ മൊബൈലിൻ്റെ ദുരുപയോഗമില്ലേ? തീർച്ചയായിട്ടും അതുണ്ട്. മൊബൈൽ ഇല്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സെൽഫ് കൺട്രോൾ ചെയ്യണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആർക്കും ഇപ്പം ഈവൻ എന്നെ ആയാലും ഒരാൾക്ക് വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മാക്സിമം സെൽഫ് കൺട്രോൾ ചെയ്ത് ജീവിക്കാം. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആളെ തലക്കടിച്ച് കൊല്ലണം. കാരണം എൻ്റെ ഭർത്താവ് ഫുൾ ടൈം ഫോണിലാണ്. രാത്രി ജോലി കഴിഞ്ഞ് വന്നാലും ഫുൾ ടൈം ഫോണിലാണ്. കുട്ടികളുടെ കാര്യം പറയാനോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഇരുന്നൊന്ന് സംസാരിക്കാനോ ഒന്നും ഈ മൊബൈൽ ഫോൺ കാരണം സമയം കിട്ടുന്നില്ല. മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഈ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അല്ലേ? ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുടുംബത്തോടൊപ്പം മൊബൈൽ ഫോൺ മാറ്റി വെച്ച് കുറച്ച് സമയം കുടുംബത്തോടൊപ്പം സംസാരിക്കുക. അതാണ് ഓരോ ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വടകരയിലെ പ്രശസ്ത ENT സർജൻ ഡോക്ടർ ബിന്ദു മോഹൻകുമാറിനെ നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത് കേൾക്കാം. മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം ഒരു കാരണവശാലും ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ഫാമിലി സിസ്റ്റമിന് സൂട്ടബിൾ അല്ല. കാര്യം നമ്മളുടെ കുട്ടികൾ മെഡിക്കലിയും നല്ലതല്ല. മെഡിക്കലി കുട്ടികൾ ഇതിന് അടിമപ്പെടുന്ന ലഹരി പോലെ ആയി വരുന്നുണ്ട്. അഡിക്ഷൻ ആവുന്നുണ്ട്. അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളെ തലമുറയിലെ ആൾക്കാർ രണ്ട് രീതിയിലെ ലൈഫ് സ്റ്റൈൽ അനുഭവിച്ചിട്ടുണ്ട്. വിത്തൗട്ട് മൊബൈൽ ഫോൺ ആൻഡ് വിത്ത് മൊബൈൽ ഫോൺ. വിത്തൗട്ട് മൊബൈൽ ഫോണിൻ്റെ ലൈഫിൻ്റെ നല്ല ഒരു വശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ വിത്തൗട്ട് മൊബൈൽ ഫോണിൻ്റെ ലൈഫ് എന്താണ് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ പറയും ഇത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ലൈഫ് നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളെ ആക്ടിവിറ്റിക്ക് നല്ലതാണ്, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ലതാണ് പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. കാരണം അതുമാതിരിയാണ് ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അൺഹെൽത്തി തന്നെയാണ്. മെഡിക്കലി തീരെയില്ല. എസ്പെഷ്യലി ഞാനൊരു ENT സർജൻ ആയതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കേൾവിക്കുറവ്, മൈഗ്രെയിൻ ഹെഡേക്ക്, അപസ്മാരം കൂടി വരിക ഇപ്പോഴത്തെ കുട്ടികൾക്ക്. പിന്നെ അത് ഈ മൊബൈൽ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്ന കുട്ടികൾ തന്നെ. കാര്യം ഞാൻ 2 തരം കുട്ടികൾ കാണുന്നുണ്ട്. സ്ട്രിക്റ്റ് പാരൻസ് ഉണ്ട്, മൊബൈൽ ഫോൺ കൊടുക്കാത്ത കുട്ടികളുണ്ട്. കുട്ടികൾക്ക് തീരെ അവരുടെ വീട്ടിൽ കുട്ടികൾ വന്നാൽ മൊബൈൽ ഫോൺ ഇല്ല. അങ്ങനെ സ്ട്രിക്റ്റ് പാരൻസ് ഉണ്ട്. ചിലത് പാരൻസിന് ഹെൽപ്ലെസ് ആണ്. കുട്ടികളെ വേദനിപ്പിക്കേണ്ട പറഞ്ഞിട്ട് ഫോൺ അവർക്ക്
ഒരു കളിപ്പാട്ടം പോലെ കൊടുക്കും. നമ്മളെ ചെറുപ്പത്തിലെ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തോലെ ഫോൺ കാണിച്ചു കൊടുക്കും. അതെ, അപ്പൊ ആ കുട്ടി വയലന്റ് ആയിരിക്കില്ല, നല്ല വീട്ടിൽ നല്ല നമ്മളോട് അനുസരണമായിട്ട് നിൽക്കും. അപ്പൊ നമ്മള് അതൊരു ടോയ് പോലെ ഈ പാരന്റ്സ് ഇപ്പോൾ എല്ലാ മക്കളുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനാണല്ലോ ഇപ്പോഴത്തെ പാരന്റ്സ്. ഫൈനാൻഷ്യലി ആണ് ശരി, ഇമോഷണലി ആണ് ശരി, എല്ലാം. അപ്പോൾ മൊബൈൽ വാങ്ങി കൊടുക്കുക, അതും ഏറ്റവും നല്ല GB ഉള്ള ഫോൺ വാങ്ങിക്കൊടുക്കുക, അതാണ് ഇപ്പോഴത്തെ പാരന്റ്സിന്റെ ഡ്യൂട്ടി. കുട്ടികൾക്ക് കൊടുക്കുക, എന്നാൽ സമാധാനം, വീട്ടിൽ ഒരു ശാന്തവും സമാധാനവും അന്തരീക്ഷം ഉണ്ടാവും. പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ ഗുരുതരമാണ്. അത് ഇപ്പോഴത്തെ പേരൻസ് മനസ്സിലാവും. മെഡിക്കലി തീരെ ശരിയില്ല. കാര്യം മൈഗ്രെയിൻ ഹെഡേക്ക് അത് ഒരു പ്രാവശ്യം വൺസ് ഇത് ബ്രെയിനിൽ ഈ ഒരു സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർക്യൂട്ട് ഫോം ചെയ്യും. അത് പിന്നെ ഇത് ഫയർ ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ മെല്ലെ മെല്ലെ മൈഗ്രെയിൻ ഹെഡേക്ക് പ്രോഗ്രസ് ചെയ്തിട്ട് അവസ്മാരത്തേക്ക് മാറും. എത്രയോ കുട്ടികൾ നമ്മൾ അവസ്മാരമായിട്ട് കാണുന്നുണ്ട്. പിന്നെ അവര് നമ്മൾ EEG ടെസ്റ്റ് പറയും. കാര്യം എൻ്റെ ഹസ്ബൻഡ് ന്യൂറോളജിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ EEG ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ ഫുൾ ബ്രെയിൻ സ്പൈക്സ് കൂടി വരും ആ കുട്ടികൾക്ക്. അതിന് നമുക്ക് തിരിച്ചെടുക്കാനാവില്ല. കാര്യം കുട്ടികളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതെ അതെ, അത് ന്യൂറോളജി ആസ്പെക്റ്റിൽ, അത് ബ്രെയിനിന്റെ ആസ്പെക്റ്റിൽ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഇതിന്റെ അഡിക്ഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ബ്രെയിനിന് കൺട്രോൾ ഉണ്ടാവും. നമ്മൾ എത്രത്തോളം കുട്ടികളെടുത്ത് നിർത്ത് ഉപയോഗിക്കേണ്ട പറഞ്ഞാലും പറ്റില്ല. കാരണം ഈ ഒരു സർക്യൂട്ട് ബ്രെയിനിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം ഇതിനകത്ത് കുറഞ്ഞു വരും. കംപ്ലീറ്റ് ക്രിയേറ്റിവിറ്റി ഒന്നും ഉണ്ടാവില്ല. ക്രിയേറ്റിവിറ്റി ഒരു സാധനം ഉണ്ടാവില്ല. ഇല്ല. കാര്യം ചെറിയ കുട്ടികൾക്ക് ഈ ബ്രെയിനിൽ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് പറഞ്ഞ ഏരിയ ഉണ്ട്. അത് ടീനേജ് ആകുമ്പോൾ 20 to 21 ഇയേഴ്സ് ആകുമ്പോഴാണ് ഈ ബ്രെയിനിന്റെ ഏരിയ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഏരിയ മുരടിച്ചു പോകും കുട്ടികൾക്ക്. ബിക്കോസ് ദേ ആർ നോട്ട് യൂസിങ് ദാറ്റ് ബ്രെയിൻ. നമ്മളിപ്പോൾ ഡേഞ്ചർ സിറ്റുവേഷൻസ് ഫേസ് ചെയ്താലാണ് നമ്മളുടെ ഈ ബ്രെയിനിൽ ഈ ഭാഗം ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇത് എപ്പോഴും കംഫർട്ട് സോണിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ ഇത് മുരടിച്ചു പോകും. അപ്പോൾ അവരുടെ അനാലിസിസ് കപ്പാസിറ്റി കുറഞ്ഞു പോകും. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ വടകര ജൂബിലി ഫുഡ്സിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ മുഹമ്മദ് സാറിനെ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സർ, മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം നമ്മുടെ ഫാമിലി ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു? മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ നമ്മളിന്ന് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതില്ലാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ശരിയാണ് സർ. എന്താവശ്യത്തിനും എന്തെന്ന് പറയാം, നമുക്കൊരു അക്ഷയ സെൻറ്ററിൽ പോയാൽ വലിയ ഒരു മുനിസിപ്പാലിറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താവശ്യത്തിനും മൊബൈൽ ഫോൺ അത്യാവശ്യമാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ദുരുപയോഗം അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. കാരണം എന്ന് വെച്ചാൽ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കാണുന്നത് ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. കാരണം അത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടിയിട്ടല്ലേ ഉള്ളത് ഇപ്പം? കാരണം കമ്മ്യൂണിക്കേഷൻ കൂടിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക്. കമ്മ്യൂണിക്കേഷൻ ആൾക്കാർ തമ്മിലുള്ള ബന്ധം കൂടി എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള വിളികളാണ്. നമ്മൾ വീട്ടുകാർ തമ്മിലുള്ള ബന്ധം കുറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മക്കളായിട്ടുള്ള ബന്ധം കുറഞ്ഞിട്ടുണ്ട്, അച്ഛനമ്മയായിട്ടുള്ള ബന്ധം കുറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്. പണ്ടുള്ളതിനേക്കാളും വളരെ കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ. ശരിയാണ് സാർ പറഞ്ഞത്. കാരണം ഞാൻ ഈ 2 കാലഘട്ടത്തിലൂടെ കടന്നു വന്നാളാണ്. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഇപ്പോഴും. ഓക്കെ. കാരണം ഞാൻ എൻ്റെ അമ്മയായിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ എന്താ പറയുക, നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ. ശരിയാണ്. സത്യത്തിൽ അതൊക്കെ എങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ട് അതൊക്കെ മാറിപ്പോയതാണ്. അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല, അതൊക്കെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നുണ്ട് എല്ലാവരുടെയും. ശരിയാണ്. ഹായ്, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, മൊബൈൽ ഫോണിനെ സംബന്ധിച്ചുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കും പ്രതികരിക്കാം. എന്നെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെയും വാക്കുകൾ ഇതിലൂടെ നമുക്ക് പുറത്ത് കേൾക്കാം. കൂടാതെ ഇനിയും നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.